എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ആകാശഗംഗയുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം. 2026 ജൂലൈ മാസം വരികയാണ്. ഈ പുതിയ മാസം ഓരോ രാശിക്കാർക്കും എന്തെല്ലാം മാറ്റങ്ങളാണ് കൊണ്ടുവരുന്നത് എന്നറിയാൻ എല്ലാവർക്കും ആകാംക്ഷയുണ്ടാകും. ഇന്ന് നമ്മൾ പരിശോധിക്കുന്നത് ജ്യോതിഷപ്രകാരം ഏറെ സവിശേഷതകളൊക്കെ നിറഞ്ഞ ഈ 2026 ജൂലൈ മാസത്തിൽ മകരൻ രാശിയിൽ ജനിച്ചവർക്ക്, അതായത് ഉത്രാട നക്ഷത്രത്തിൻ്റെ അവസാന മുക്കാൽ ഭാഗം, തിരുവോണം അവിട്ട നക്ഷത്രത്തിൻ്റെ ആദ്യ പകുതിയിൽ വരുന്നവർക്ക് തൊഴിൽ, ബിസിനസ്, സാമ്പത്തികം, കുടുംബം, പ്രണയം, വിദ്യാഭ്യാസം, ആരോഗ്യം എന്നിവയിൽ എന്തെല്ലാം അനുഭവങ്ങളാണ് കാത്തിരിക്കുന്നത് എന്നാണ്. ഈ മാസത്തെ ഗ്രഹനില അനുസരിച്ച് വലിയ ചില മാറ്റങ്ങളാണ് മകരൻ രാശിക്കാരുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്നത്. അത് എന്തൊക്കെയാണെന്ന് വിശദമായി അറിയുന്നതിനായി വീഡിയോ മുഴുവനായും കാണുക. ആദ്യമായാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. മാസഫലത്തിലേക്ക് കടക്കുന്നതിന് മുൻപ് ജൂലൈ മാസത്തെ ഗ്രഹങ്ങളുടെ സഞ്ചാരം എങ്ങനെയാണെന്ന് പരിശോധിക്കാം. ജൂലൈ 16 തീയതി വരെ മിഥുനൻ രാശിയിലാണ് സൂര്യൻ. മകരൻ രാശിയുടെ 6ാം ഭാവം. തുടർന്ന് കർക്കിടകൻ രാശിയിലേക്ക് 7ാം ഭാവത്തിലേക്ക് രാശി മാറുന്നുണ്ട്. ചൊവ്വ മാസം മുഴുവൻ ഇടവൻ രാശിയിൽ 5ാം ഭാവത്തിൽ തുടരുന്നു. ബുധൻ ജൂലൈ 7 തീയതി കർക്കിടകൻ രാശിയിൽ നിന്ന് വക്രഗതിയിൽ മിഥുനൻ രാശിയിലേക്ക് രാശി മാറുന്നു. വ്യാഴം 7ാം ഭാവമായ കർക്കിടകൻ രാശിയിൽ ഉച്ചസ്ഥനായി നിൽക്കുകയാണ്. ശുക്രൻ 8ാം ഭാവമായ ചിങ്ങൻ രാശിയിലൂടെ സഞ്ചരിക്കുന്നു. ശനി മീനൻ രാശിയിലൂടെ സഞ്ചരിക്കുന്നു. രാഹു 2ാം ഭാവമായ കുംഭത്തിലും കേതു 8ാം ഭാവമായ ചിങ്ങത്തിലും നിലകൊള്ളുന്നു. ഈ സവിശേഷ ഗ്രഹസ്ഥിതി മകരൻ രാശിക്കാരെ എങ്ങനെ ബാധിക്കുമെന്ന് നമുക്ക് ഓരോ മേഖലയായി പരിശോധിക്കാം. ആദ്യം തന്നെ മകരൻ രാശിക്കാരുടെ തൊഴിൽ മേഖലയെക്കുറിച്ച് നോക്കാം. മകരൻ രാശിക്കാരെ സംബന്ധിച്ച് തൊഴിൽ രംഗത്തെ ഈ മാസം വളരെ നിർണായകമായ മാറ്റങ്ങൾ ഉണ്ടാകും. മാസത്തിൻ്റെ പകുതി വരെ സൂര്യൻ 6ാം ഭാവത്തിൽ നിൽക്കുന്നത് ഉദ്യോഗസ്ഥർക്ക് വളരെ അനുകൂലമാണ്. ജോലിസ്ഥലത്ത് നിങ്ങളുടെ സ്വാധീനമൊക്കെ വർദ്ധിക്കുന്നതാണ്. മേലധികാരികളിൽ നിന്ന് പ്രശംസയൊക്കെ പിടിച്ചുപറ്റാൻ സാധിക്കും. സഹപ്രവർത്തകരിൽ നിന്നുള്ള മത്സരങ്ങളെയൊക്കെ അതിജീവിച്ച് വിജയം നേടാനും കഴിയുന്നതാണ്. എന്നാൽ ജൂലൈ 7 ബുധൻ വക്രഗതിയിലായി 6ാം ഭാവത്തിലേക്ക് വരുന്നതിനാൽ ആശയവിനിമയങ്ങളിലൊക്കെ അതീവ ശ്രദ്ധ പുലർത്തണം. ഔദ്യോഗിക ചർച്ചകളിലൊക്കെ ഏർപ്പെടുമ്പോൾ വാക്കുകളൊക്കെ സൂക്ഷിച്ചൊക്കെ ഉപയോഗിക്കേണ്ടതാണ്. ഇല്ലെങ്കിൽ തെറ്റിദ്ധാരണകൾക്കൊക്കെ കാരണമായേക്കാം. ഇനി ബിസിനസ് ചെയ്യുന്നവർക്ക് ഈ മാസം സമ്മിശ്ര ഫലമാണ്. 7ാം ഭാവത്തിൽ വ്യാഴം നിൽക്കുന്നത് ബിസിനസ് വിപുലീകരണത്തിന് നല്ലതാണെങ്കിലും മാസത്തിൻ്റെ പകുതിക്ക് ശേഷം സൂര്യൻ 7ലേക്ക് വരുന്നതും ശുക്രനും കേതുവും ഒക്കെ 8ൽ നിൽക്കുന്നതും പങ്കാളിത്ത കച്ചവടങ്ങളിലെ ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങൾക്കൊക്കെ കാരണമാകാം. പുതിയ കരാറുകളിലൊക്കെ ഒപ്പുവെക്കുമ്പോൾ കൃത്യമായിട്ടൊക്കെ വായിച്ചൊക്കെ മനസ്സിലാക്കുക. അവിചാരിതമായ തടസ്സങ്ങളൊക്കെ വന്നാലും വ്യാഴത്തിൻ്റെ ശുഭദൃഷ്ടിയൊക്കെ ഉള്ളതിനാൽ ബിസിനസ് തകർന്നൊന്നും പോകാതെ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്നതാണ്. ഇനി മകരൻ രാശിക്കാരുടെ സാമ്പത്തിക സ്ഥിതി എങ്ങനെ ഉണ്ടാകും എന്ന് നോക്കാം. സാമ്പത്തിക കാര്യങ്ങളിൽ അല്പം അച്ചടക്കമൊക്കെ പാലിക്കേണ്ട മാസമാണ്. കാരണം രാഹു കുംഭൻ രാശിയിൽ 2ാം ഭാവത്തിലൊക്കെ നിൽക്കുന്നു. പണത്തിൻ്റെ വരവൊക്കെ ഉണ്ടാകുമെങ്കിലും അതോടൊപ്പം തന്നെ അപ്രതീക്ഷിതമായ ചിലവുകളൊക്കെ വന്നു ചേരാം. ശുക്രനും കേതുവൊക്കെ 8ാം ഭാവത്തിൽ നിൽക്കുന്നത് പാരമ്പര്യ സ്വത്തുക്കളിൽ നിന്നോ ഇൻഷുറൻസ് വഴിയോ ഒക്കെ ചെറിയ ധനലാഭത്തിനൊക്കെ സാധ്യതയുണ്ട്. എങ്കിലും ലോട്ടറി, ഷെയർ മാർക്കറ്റ് തുടങ്ങിയ ഊഹക്കച്ചവടങ്ങളിൽ നിന്നൊക്കെ ഈ മാസം വിട്ടുനിൽക്കുന്നതാണ് ഉചിതം. ആർക്കെങ്കിലും വലിയ തുകയൊക്കെ കടം കൊടുക്കാനോ മറ്റുള്ളവർക്ക് വേണ്ടി ജാമ്യമൊക്കെ നിൽക്കാനോ ഈ മാസം ഒഴിവാക്കേണ്ടതാണ്. കൃത്യമായ ബഡ്ജറ്റൊക്കെ ഉണ്ടാക്കി മുന്നോട്ട് പോയാൽ സാമ്പത്തിക പ്രതിസന്ധികളെ ഒഴിവാക്കാനും സാധിക്കുന്നതാണ്. ഇനി കുടുംബജീവിതത്തിലേക്ക് കടക്കാം. മകരൻ രാശിക്കാർക്ക് ഈ മാസം ആശ്വാസകരമായ ചില അനുഭവങ്ങളുണ്ടാകാം. 7ാം ഭാവത്തിലെ വ്യാഴത്തിൻ്റെ സാന്നിധ്യം കുടുംബത്തിലെ സമാധാനവും സന്തോഷവും ഒക്കെ നിലനിർത്താൻ സഹായിക്കും. പങ്കാളിയുമായിട്ടൊക്കെയുള്ള ബന്ധം കൂടുതൽ ദൃഢകരമാകുന്നതാണ്. ദാമ്പത്തിക ജീവിതത്തിലെ പരസ്പര ധാരണയൊക്കെ വർദ്ധിക്കുന്നതാണ്. എന്നിരുന്നാലും ജൂലൈ 16 ശേഷം സൂര്യൻ 7ാം ഭാവത്തിലേക്ക് മാറുന്നതോടെ പങ്കാളിയുമായി ചെറിയ ഈഗോ പ്രശ്നങ്ങൾക്കോ തർക്കങ്ങൾക്കോ ഒക്കെ ഒരു സാധ്യതയും കാണുന്നുണ്ട്. വിട്ടുവീഴ്ച മനോഭാവമൊക്കെ സ്വീകരിക്കുന്നത് കുടുംബത്തിലെ സമാധാനമൊക്കെ നിലനിർത്താൻ സഹായിക്കുന്നതാണ്. കുട്ടികളുടെയൊക്കെ കാര്യത്തിൽ കൂടുതൽ ശ്രദ്ധ ആവശ്യമാണ്.
കാരണം 5-ാം ഭാവത്തിൽ കുജൻ്റെ സാന്നിധ്യം മക്കളുടെ സ്വഭാവത്തിൽ ചെറിയ വാശിയോ ദേഷ്യമോ ഒക്കെ ഉണ്ടാക്കിയേക്കാം. അവരെ സ്നേഹത്തോടെയൊക്കെ കൈകാര്യം ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. ഇനി പ്രണയ ജീവിതം നയിക്കുന്നവർക്ക് ഈ മാസമൊക്കെ അല്പം ശ്രദ്ധയോടെയൊക്കെ മുന്നോട്ട് പോകേണ്ടതുണ്ട്. 5-ാം ഭാവത്തിലെ കുജനൊക്കെ നിൽക്കുന്നതിനാൽ പ്രണയ പങ്കാളികൾ തമ്മിൽ അനാവശ്യമായ തർക്കങ്ങളോ സംശയങ്ങളോ ഒക്കെ ഉടലെടുക്കാനും സാധ്യതയുണ്ട്. ചെറിയ കാര്യങ്ങളെയൊക്കെ വലുതാക്കി മാറ്റാതെ പരസ്പരം സംസാരിച്ചൊക്കെ പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കാൻ ശ്രമിക്കുക. അവിവാഹിതരായ മകരം രാശിക്കാർക്ക് വ്യാഴത്തിൻ്റെ അനുകൂല ഭാവം കാരണം വിവാഹ ആലോചനകളിൽ പുരോഗതിയൊക്കെ ഉണ്ടാകുന്നതാണ്. അനുകൂലമായ വിവാഹ ബന്ധങ്ങളൊക്കെ ഒത്തുവരാൻ ഈ മാസം സാധ്യത വളരെ കൂടുതലുമാണ്. ഇനി പഠിക്കുന്ന വിദ്യാർത്ഥികളുടെ കാര്യം പറയുകയാണെങ്കിൽ ഈ മാസം കൂടുതൽ കഠിനാധ്വാനമൊക്കെ ചെയ്യേണ്ടതായി വരാം. ബുധൻ ജൂലൈ 7 മുതൽ വക്രഗതിയിലാകുന്നതും 5-ാം ഭാവത്തിലെ കുജൻ്റെ സ്ഥിതിയുമൊക്കെ പഠനത്തിലൊക്കെ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതിന് ചെറിയ തടസ്സങ്ങളൊക്കെ ഉണ്ടാക്കാൻ സാധ്യതയുണ്ട്. മനസ്സിലെ അനാവശ്യമായ ചിന്തകളൊക്കെ ഒഴിവാക്കുക. അതുപോലെ സോഷ്യൽ മീഡിയയുടെ ഉപയോഗം ഒക്കെ നിങ്ങളുടെ പഠനത്തെ ബാധിക്കാതെ നോക്കേണ്ടതാണ്. എന്നാൽ വ്യാഴത്തിൻ്റെ ശുഭദൃഷ്ടിയൊക്കെ ഉള്ളതിനാൽ നിങ്ങൾ ആത്മാർത്ഥമായി ശ്രമിച്ചാൽ പരീക്ഷകളിലെ മികച്ച വിജയമൊക്കെ നേടാനും സാധിക്കുന്നതാണ്. ഉന്നത വിദ്യാഭ്യാസത്തിനൊക്കെ ശ്രമിക്കുന്നവർക്ക് അനുകൂലമായ അവസരങ്ങളൊക്കെ ലഭിക്കുന്നതാണ്. മത്സര പരീക്ഷകൾക്കൊക്കെ തയ്യാറെടുക്കുന്നവർക്ക് മാസത്തിൻ്റെ ആദ്യ പകുതി വളരെയധികം മികച്ചതാണ്. ഇനി ആരോഗ്യകാര്യത്തിലേക്ക് വരികയാണെങ്കിൽ മകരം രാശിക്കാർ ഈ മാസം ചെറിയ ചില മുൻകരുതലുകളൊക്കെ എടുക്കണം. ശുക്രനും കേതുവുമൊക്കെ 8-ാം ഭാവത്തിലൊക്കെ നിൽക്കുന്നതിനാൽ ഉദരസംബന്ധമായ അസുഖങ്ങൾക്കോ അല്ലെങ്കിൽ രക്തസമ്മർദ്ദം, ചൂട് മൂലമുള്ള അസ്വസ്ഥതകൾ എന്നിവയ്ക്കൊക്കെ സാധ്യതയുണ്ട്. ഭക്ഷണ കാര്യങ്ങളിലൊക്കെ നിയന്ത്രണം ആവശ്യമാണ്. പുറത്തു നിന്നുള്ള ആഹാരം പരമാവധി ഒഴിവാക്കേണ്ടതാണ്. അതുപോലെ യാത്രകളിൽ ജാഗ്രത പുലർത്തുക. പ്രത്യേകിച്ച് വാഹനമൊക്കെ കൈകാര്യം ചെയ്യുമ്പോൾ വേഗതയൊക്കെ കുറയ്ക്കേണ്ടതാണ്. ദിവസവും കുറച്ച് സമയം യോഗയോ ധ്യാനമോ ഒക്കെ ചെയ്യുന്നത് മാനസിക സമ്മർദ്ദമൊക്കെ കുറയാനും സഹായിക്കുന്നതാണ്. ഈ മാസത്തെ ദോഷങ്ങളുടെയൊക്കെ തീവ്രത കുറയ്ക്കാനും ഗുണഫലങ്ങളൊക്കെ വർദ്ധിപ്പിക്കാനുമായി മകരം രാശിക്കാർ ചെയ്യേണ്ട ചില ലളിതമായ ജ്യോതിഷ പരിഹാരങ്ങൾ എന്താണെന്ന് നോക്കാം. നിങ്ങളുടെ രാശിയാധിപനായ ശനി ഭഗവാന് ശനിയാഴ്ചകളിൽ ശാസ്താക്ഷേത്ര നീരാഞ്ജനം വഴിപാട് നടത്തുക. അതുപോലെ വ്യാഴാഴ്ചകളിൽ വിഷ്ണു ക്ഷേത്ര ദർശനം നടത്തുകയും വിഷ്ണു സഹസ്രനാമം ശ്രവിക്കുകയോ ജപിക്കുകയോ ഒക്കെ ചെയ്യുന്നത് നിങ്ങൾക്ക് വ്യാഴത്തിൻ്റെ ഗുണഫലം ഇരട്ടിയാക്കുന്നതിന് സഹായിക്കും. ചൊവ്വാഴ്ചകളിൽ സുബ്രഹ്മണ്യ സ്വാമിക്ക് വഴിപാടുകളൊക്കെ നടത്തുന്നതും ഒപ്പം പാവപ്പെട്ടവർക്ക് അന്നദാനമോ സഹായമോ ഒക്കെ നൽകുന്നതും ഗ്രഹദോഷങ്ങളൊക്കെ അകറ്റി ഭാഗ്യം കൊണ്ടുവരും. ഈ പരിഹാരങ്ങളൊക്കെ പൂർണ്ണ വിശ്വാസത്തോടെയൊക്കെ ചെയ്യുക. തീർച്ചയായും നല്ല മാറ്റങ്ങളൊക്കെ ഉണ്ടാകുന്നതാണ്. മകരം രാശിക്കാരായ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് ഈ 2026 ജൂലൈ മാസം എല്ലാവിധ നന്മകളും ഐശ്വര്യങ്ങളും നിറഞ്ഞതാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്യാനും മറക്കരുത്. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്നവരാണെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്ത് കാണുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.